പാലക്കാട് ജില്ലാ കായികമേളയിൽ ചാലിശ്ശേരിയുടെ KU യദുകൃഷ്ണയ്ക്ക് പൊൻതിളക്കം. മുളത്തണ്ടിൽ തുടങ്ങി സ്വർണ്ണച്ചാട്ടത്തിലേക്ക് രണ്ടാം വർഷവും യദുവിന്റെ വിജയം ഇരട്ടിമധുരമായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോൾവാൾ താരമായ KU യദുകൃഷ്ണ സ്വന്തം കരുത്തിലും ഉറച്ച മനസ്സും കൊണ്ട് കാറ്റിനൊപ്പം ചലിക്കുന്ന മുളന്തണ്ട് പിടിച്ച് ചാടിയ വിദ്യാർത്ഥി പാലക്കാട് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയത് സ്കൂളിലും ഗ്രാമത്തിനും ആഹ്ലാദമായി. 2023 കുന്നംകുളത്ത് നടന്ന കായികമേളയിൽ 2.80 മീറ്റർ ഉയരം മുളന്തണ്ട് ഉപയോഗിച്ച് ചാടിയാണ് 7ാം സ്ഥാനത്തെത്തിയത്. യദുവിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചപ്പോൾ നടനും MP-യുമായ സുരേഷ് ഗോപി തന്നെ ശ്രദ്ധിച്ചു. വിദ്യാർത്ഥിയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ് സുരേഷ് ഗോപി 1,14,000 രൂപ വില വരുന്ന ഫൈബർ പോൾ സ്കൂളിന് സമ്മാനിച്ചു. അതായിരുന്നു യദുവിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അത് ഇതണ്ട് ഉപയോഗിച്ച യദു 3.50 മീറ്റർ ഉയരത്തിൽ ചാടി പാലക്കാട് ജില്ലാ കായികോത്സവത്തിൽ സീനിയർ പോൾവാൾ വിഭാഗത്തിൽ തുടർച്ചയായി 2ാം വർഷവും സ്വർണം കരസ്ഥമാക്കി. അതുമാത്രമല്ല, കായികമേളയിൽ ദീപശിഖ പ്രയാണം നയിച്ച് യദുവായിരുന്നു. ഇക്കഴിഞ്ഞ ആഗസ്റ്റിൽ എറണാകുളത്ത് നടന്ന 69ാമത് കേരള സംസ്ഥാന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 20 പുരുഷ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ യദു ഒഡീഷയിലെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മത്സരത്തിൽ കേരളത്തിന് വേണ്ടി 9ാമതായിരുന്നു. 21-ന് ചൊവ്വാഴ്ച തിരുവനന്തപുരം വേദിയാകുന്ന സംസ്ഥാന കായികമേളയിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് പോൾ വാട്ടിലൂടെ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള കഠിന പരിശീലനത്തിനാണ് യദു. ചാലിശ്ശേരി സ്കൂളിൽ നിന്ന് സബ് ജൂനിയർ ബോയ്സ് ഹൈജമ്പിൽ PS നിരഞ്ജൻ, ഷോട്ട് പുട്ട് സബ് ജൂനിയർ ഗേൾസ് സിയ ഫാത്തിമ, ജൂനിയർ ബോയ്സ് പോൾവാട്ടിൽ CS അക്ഷയ്, സീനിയർ ഗേൾസ് പോൾവാട്ടിൽ KP അനന്യ എന്നിവർ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി സംസ്ഥാന തലത്തിൽ മത്സരിക്കും. സ്കൂളിലെ കായിക അധ്യാപിക ഷക്കീല മുഹമ്മദ്, കോച്ച് ഉണ്ണികൃഷ്ണൻ, UP വിഭാഗം PT അധ്യാപകൻ ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ യദുവിനും മറ്റു താരങ്ങൾക്കും മികച്ച പരിശീലനമാണ് നൽകുന്നത്. എന്നാൽ യദുവിന്റെ മുന്നേറ്റം കൂടുതൽ ശക്തമാക്കാൻ പോൾവാൾട്ട് ബെഡും 150 LB കാർബൺ പോളും ആവശ്യമാണ്. ഇവ ഇല്ലാത്തത് പരിശീലനത്തെ ബാധിക്കുന്നുണ്ട്. +2 വിദ്യാർത്ഥിയായ യദു കോക്കൂർ മടത്തിൻപുറം കുട്ടിയാട്ടിൽ ഉണ്ണികൃഷ്ണൻ ശാലിനി ദമ്പതികളുടെ മകനാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ 5ാം സ്ഥാനം നേടിയ യദുവിനെ 1ാം സ്ഥാനത്തേക്ക് എത്തുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലാണ് സ്കൂളും ഗ്രാമവും.